സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ പഠനത്തെപ്പറ്റിയും എങ്ങനെ അവരെ നന്നായിട്ട് പഠിക്കാമെന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഓർമ്മശക്തി എങ്ങനെ കൂട്ടാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ അഷ്റഫ്, മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണണം. കുട്ടികളുടെ ഓർമ്മശക്തിയെപ്പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഓരോ കുട്ടികളുടെയും ഓർമ്മശക്തി ഓരോ വിധത്തിലായിരിക്കും. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം വേറൊരു കുട്ടിയെ പോലുള്ളൊരു ഓർമ്മശക്തിയിലേക്ക് നമ്മുടെ കുട്ടിയെ എത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനും മറ്റുമുള്ള കഴിവ് ഉണ്ട്. അത് മാക്സിമം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നതും. കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാൻ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ആക്റ്റീവ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠനമാണ് കൂടുതൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നത് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം, തിയറി പഠിക്കുന്നതിനെക്കാട്ടും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് പ്രാക്ടിക്കൽസ് ചെയ്യാനായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സമയത്ത് അവർ കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും അതിന് ആ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കാലം ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ആക്റ്റീവ് ലേണിങ്ങിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. പസിൽസ്, അതല്ലെങ്കിൽ ക്വിസുകൾ, ഡിബേറ്റുകൾ, അല്ലെങ്കിൽ മെമ്മറി ഗെയിംസ്, ഇതൊക്കെ ചെയ്യുന്നതിന് കൂടുതൽ പ്രോത്സാഹനം കുട്ടികളിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങളും കിട്ടുന്ന വിധത്തിലുള്ള ഫുഡിനെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ധാന്യങ്ങളും ഫാറ്റ്സും പ്രോട്ടീൻസും മിനറൽസ് വൈറ്റമിൻസ് എല്ലാം കിട്ടുന്ന ഫുഡുകൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ധാരാളം പച്ചക്കറികൾ അവർക്ക് കൊടുക്കുക. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഹോൾ ഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ധാന്യങ്ങൾ, പൊടിയാക്കിയ ധാന്യങ്ങളെക്കാട്ടും കൂടുതൽ മുഴുവൻ ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ലീൻ മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, ഇത്തരം സാധനങ്ങൾ അവരുടെ ഫുഡുകളിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ ഉറക്കമാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ നേരത്തെ തന്നെ അവരിൽ ശീലമാക്കിയെടുക്കണം. ഒരു 8 മണിക്കൂറിൽ കൂടുതൽ കുട്ടികളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കണം. അതിനുവേണ്ടി അവർ കൃത്യസമയത്ത് ബെഡിലേക്ക് പോകുന്നുണ്ടെന്നും കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ വെക്കണം. പിന്നെയുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടണം. കുട്ടികളുടെ പ്രായത്തിനും അവരുടെ ശേഷിക്കും അനുസരിച്ചിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എക്സസൈസ് എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. അത് കൂടുതൽ പഠിക്കാനും കൂടുതൽ ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും. പിന്നെയുള്ളത് അവരെ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പ്രേരിപ്പിക്കണം. പല കുട്ടികളും ഒരു പ്രാവശ്യം ഒരു കാര്യം വായിച്ച് പിന്നെ അതങ്ങോട്ട് വിടും, പിന്നെ അവരെ റിപ്പീറ്റ് ചെയ്യില്ല. പരീക്ഷയ്ക്ക് മുമ്പായിരിക്കും പിന്നീട് അതൊക്കെ നോക്കുന്നുണ്ടാവുക. ആ സമയത്ത് എല്ലാം കൺഫ്യൂഷനായിരിക്കും. അങ്ങനെ അല്ല ചെയ്യേണ്ടത്, മറിച്ച് പഠിച്ച കാര്യങ്ങൾ റെഗുലർ ഇൻ്റർവെല്ലിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അത് കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അവരുടെ കോൺസെപ്റ്റ് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കും. കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാൻ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ കാലം ഓർമ്മിക്കാൻ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക. അതുപോലെ മൾട്ടി സെൻസറി മൊഡാലിറ്റീസ് ഉപയോഗിക്കുക. ഈ മൾട്ടി സെൻസറി മൊഡാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുക എന്നൊരു സെൻസിലൂടെയാണ് ആ കുട്ടി എടുക്കുന്നത്. ഒപ്പം തന്നെ അതിനെ കാണിക്കുക, അതിനെ തൊടുക, അതിനെ ഫീൽ ചെയ്യുക എന്ന മൾട്ടിപ്പിൾ സെൻസറി ഇൻപുട്സും കൂടി കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം കൂടുതൽ കാലം ഓർമ്മിക്കുകയും മറന്നുപോകാതെ നിൽക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ചെറിയ കുട്ടിക്ക് ആപ്പിളിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നതിനൊപ്പം നമ്മുടെ അടുക്കളയിൽ തന്നെ ഒരു ആപ്പിൾ ഉണ്ടാവും ചിലപ്പോൾ. അതിനെടുത്ത് അതിൻ്റെ കളറ് കുട്ടി കണ്ട് അതിനൊന്ന് തൊട്ട് നോക്കി അതിനൊന്ന് മുറിച്ച് അതിൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിനെ പറ്റി കുട്ടിക്ക് ഉണ്ടാകുന്ന അറിവ് കുറേ കാലം നിലനിൽക്കും. അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവനത് വളരെ അനായാസം ചെയ്യാനും പറ്റും. പിന്നെയുള്ളത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും വായിക്കുകയും അധ്യാപകർ പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നമ്മളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കൂടി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും, കൂടുതൽ കാലം അവർ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കും. ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ അടുത്തിടെ
യാത്ര ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കാറിൽ പോയതും ബസ്സിൽ പോയതും ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതും ട്രെയിനിൽ പോയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഓവർലോഡ് ചെയ്യാതിരിക്കുക. വലിയ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് പഠിപ്പിക്കാതെ മുറിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് അവരിൽ ഒരു സ്ട്രെസ്സ് കുറക്കും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ടും കൂടുതൽ സമയമെടുത്തും പഠിക്കുക വഴി പെട്ടെന്ന് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും കൂടുതൽ കാലം ഓർമ്മിക്കാനും അവരെ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികൾ പഠനം ഇൻട്രസ്റ്റ് ഉള്ളതാക്കാനും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഓരോ കുട്ടികൾക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാ കുട്ടികളും എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിക്കണമെന്നില്ല. നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ കളിയെ പറ്റിയായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനെ കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ആ കാര്യത്തിൽ അവനത് നന്നായിട്ട് പഠിക്കുക. അതുമൂലം ആ കാര്യം അവൻ നന്നായിട്ട് പഠിക്കുകയും അറിവിനോടുള്ള അവൻ്റെ താല്പര്യം വർദ്ധിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് പ്രേരിപ്പിക്കാനും പറ്റും. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അവരിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസീസ്, അതായത് അയൺ, വൈറ്റമിൻ B12, സിങ്ക് അല്ലെങ്കിൽ അയോഡിൻ, ഇത്തരം മൂലകങ്ങളുടെ അപര്യാപ്തത കുട്ടികളിൽ പഠന വൈകല്യങ്ങളും പഠിക്കാനുള്ള വിമുഖതയും പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലേക്കും അവരെ കൊണ്ടുവന്നെത്തിക്കാം. അപ്പം അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിഷ്യൻസികളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വളർച്ചയോ വിശപ്പില്ലായ്മയോ ഉന്മേഷക്കുറവോ മറ്റോ കാണുകയാണെങ്കിൽ അവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കേണ്ടതും ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ വലിയ കുട്ടികളും മറ്റുണ്ടാകുന്ന സ്ട്രെസ്സും അവരിലുണ്ടാകുന്ന മൂഡ് ഫ്ലക്ച്വേഷൻസും മൂഡ് ഡിസോർഡറുകളും ഡിപ്രഷനോ അതുപോലത്തുള്ള കാര്യങ്ങളും അവരെ പഠിക്കാനുള്ള വിമുഖതയിലേക്കും ഓർമ്മക്കുറവിലേക്കും കൊണ്ടുവന്നെത്തിക്കാം. ഇതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അവരുടെ പൊട്ടൻഷ്യൽ എത്രയാണോ അതിൻ്റെ മാക്സിമം ഓർമ്മശക്തിയിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോകളും കാണുക. താങ്ക് യു സോ മച്ച്.